കാര്യം എന്ന് വെച്ചാൽ മീഡിയകളിൽ തന്നെ വരുന്നത് കണ്ടോ? എത്ര എത്ര പോലീസ് കേസിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം, പീഡനം സഹിച്ച് മരിച്ചിട്ടുള്ളവർക്കെല്ലാം മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാ? ഇപ്പോഴും സ്ഥിരീകരിച്ചെന്ന് പറയുന്നത്, അത് കേൾക്കുമ്പോ എന്റെ ചങ്ക് പൊട്ടുവാ. എന്റെ ഇക്ക അനുഭവിച്ച ഫുള്ള് എനിക്കറിയാം. എന്നിട്ട് എന്റെ ചങ്കാണ് പൊട്ടുന്നത്. ഇനി ഞാൻ എന്ത് മറുപടി ഇനി പറയേണ്ടത്? പക്ഷെ ഇതിന് ഞാൻ ഇപ്പോഴും ഞാൻ പറയുക, എല്ലാരും കേൾക്കാൻ, എല്ലാ സാർമാരും കേൾക്കാൻ ഞാൻ പറയുക, എന്റെ ഇക്കാക്ക് നീതി കിട്ടിയില്ലേ? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരുത്തി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളും ഞാനും നാളെ സ്റ്റേഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യും, ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബാക്കി സാറ് ചോദിച്ചു, ഞാൻ പറയാം. അല്ല സാലിം, ഇപ്പോൾ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടെന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പോലീസ് DGPയും ഒക്കെ പറയുന്നത്. നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഇല്ലേ? എനിക്ക് വിശ്വാസം തോന്നി. ഇപ്പൊ ആരെ വിശ്വസിക്കണമെന്ന് എനിക്ക് ഒട്ടും അറിയാൻ പറ്റുന്നില്ല. ആരെ വിശ്വസിക്കണമെന്ന് എനിക്ക് ഒട്ടും കിട്ടുന്നില്ല. ആരെയൊക്കെ വിശ്വസിക്കണം? കാര്യം എല്ലാരും കൈവിടുവാന്ന് തോന്നുന്നു. ഞങ്ങളെ ആരും ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും പോസ്റ്റർ മാത്രമായി മാറുക. ഓരോരുത്തർക്കും ഓരോ കേസ് വരുമ്പോ അതിന്റെ പുറകിലോട്ട് പോകുന്നണക്ക് ഇതും അതേ കണക്ക് തള്ളി പോവാന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞങ്ങൾക്ക് ഒരു നീതി ഇല്ലെന്ന് തോന്നുന്നു. ഇത്രയും ദിവസവും പോലീസുകാരെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസുകാർ ഇടിച്ചെന്ന് ഈ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചല്ല, അന്ന് നടന്ന സംഭവം ഈ കൊച്ചു പറഞ്ഞപ്പോൾ സിയാദിന് നീതി കിട്ടുന്നില്ലെന്ന് ആ കൊച്ചു കണ്ടപ്പോഴാണ് ഇത് വന്ന് പുറത്ത് പറയാന്ന് ആ കുഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞത്. അന്നേരമാണ് ഞാന് മീഡിയക്കാരെ അറിയിച്ചതും. ഞാൻ ഉൾപ്പെടെ നിൽക്കുമ്പോഴാണ് മീഡിയക്കാർ വന്ന് ഈ കുഞ്ഞ് എല്ലാം പറയുന്നതും. അന്നേരമാണ് ഇതേണക്ക് പോലീസുകാർ മർദ്ദിച്ച ആ കൊച്ചു പറയുന്നുണ്ട്, അവിടം തൊട്ട് സ്റ്റേഷൻ വരെ ഇടിക്കണമെങ്കിൽ അത് ഒറ്റ ഇടിക്ക്, ഫസ്റ്റ് ഇടിക്ക് എന്റെ ഇക്ക ഉമ്മോ എന്നൊരു വിളി വിളിക്കണമെങ്കിൽ അത് എന്തുമാത്രം ഒരു ക്രൂരമായി അടിച്ചോ ചെയ്തു കാണും. അത് സാർമാർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ദേഹം ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഉമ്മോന്നും അമ്മോന്നും വിളിക്കത്തില്ല. അത്രയും ക്രൂരമായി അടിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ഒന്ന് ആലോചിച്ച് നോക്ക് എന്തുമാത്രം. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി അന്നേരം തൊട്ട് സ്റ്റേഷൻ വരെ നിർത്താതെ അടിച്ചെന്ന് ആ കൊച്ചിന് മൊഴിയിലുണ്ട്. അത് കൂടിരിക്കെ. ഇങ്ങനെ പ്രകോപനം ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? പോലീസിന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്തുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും എന്റെ ഇക്കായി ഇതിനകത്ത് കരുവാക്കണമെന്ന് ഉള്ള ചിന്തയോടാണ് അവരവിടെ വന്നത്. അത് പൂർണ്ണമായും എനിക്ക് ഉറപ്പായി. കാര്യം എന്ന് വെച്ചാ, ഒന്ന്, അതിൽ സാറ് കാക്കിയിലല്ലായിരുന്നു. അന്നേരം ഞങ്ങൾ അതൊന്നും മിണ്ടിയില്ല. 2, അനുവാദം ഇല്ല, ഞങ്ങളെ വീട് ഫുള്ള് സെർച്ച് ചെയ്ത്. 3, എന്തോ കാര്യമെന്ന് പറയാതെ എന്റെ ഇക്ക ഉറങ്ങിക്കിടന്ന മനുഷ്യനെ, ഗുളിക കഴിച്ചിട്ട് കിടക്കുക, സുഖമില്ലാത്ത ആളാണെന്ന് പറഞ്ഞത് കേൾക്കാതെ എന്റെ ഇക്കായെ പിടിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി. അല്ലെങ്കിൽ സ്റ്റേഷനിലോട്ട് വാ എന്നൊരു വാക്ക് പറഞ്ഞതാണെങ്കിൽ വിഷയമില്ലായിരുന്നു. സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയി. ആ പോകുന്ന വഴിക്ക് സ്റ്റേഷൻ എത്തുന്നിടം വരെ ഇടിച്ചെന്റെ ഇക്കായെ. എന്നെല്ലാം ആ കുഞ്ഞു മൊഴി തന്നായിരുന്നല്ലോ. എന്നിട്ട് എന്റെ വീട് സെർച്ച് ചെയ്യണമെങ്കിൽ എന്റെ ഇക്കായെ ആ വഴിയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെടുത്തണം എന്നുള്ള ചിന്തയില്ലെങ്കിൽ ആ വീട് എന്തിനു സെർച്ച് ചെയ്ത് കൊച്ചെന്തോ കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചേക്കുവാന്നോ അതോ പെട്ടിക്കകത്തിട്ട് അടച്ചു വെച്ചേക്കുവാന്നോ കൊച്ചിനെ? സിയാദിനെ കൊടുക്കണമെന്ന് ഇവർക്ക് തോന്നാൻ കാര്യം എന്താണ്? വേറെ എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവോ? അതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിപ്പൊ ചിന്തിക്കുമ്പോ ഞാൻ ഓരോ സമയത്തും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ഈ പറയുന്നത്. ഞാൻ ചോദിച്ചതിന് വല്ല തെറ്റുണ്ടോ? ആ കൊച്ചിനെ കാണാതില്ലാത്തോണ്ടാ ഇക്കയെ കൊണ്ടുപോയെന്ന് അവരും പറഞ്ഞു. അന്നേരം കൊച്ചിനെ കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചേക്കുവാന്നോ അതോ പേപ്പറിൽ പൊതിഞ്ഞു വെച്ചേക്കുന്നോ അതോ പെട്ടിക്കകത്ത് അടച്ചു വെച്ചേക്കുന്നോ? ആ കുഞ്ഞിനെ തപ്പുന്നത് ഇവിടൊക്കെയാണോ?